നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത ഇതാ വരുന്നു. ബ്രസീലിയൻ ടീമിൻ്റെ ക്യാമ്പിൽ നെയ്മർ ജൂനിയർ വളരെ മികച്ച രൂപത്തിൽ റിക്കവറായി വരുന്നു. അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തും എന്ന് പറഞ്ഞാൽ കൃത്യമായ തീയതിയും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. UOL റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മൺഡേ, വരുന്ന തിങ്കളാഴ്ച ജൂൺ 8 മുതൽ നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നില്ല, ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നടത്തുന്നത്. അതിൽ നിന്ന് മാറി ടീമിനോടൊപ്പം ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹം മാറും വരും ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ വ്യാഴാഴ്ചയായി, ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണ സജ്ജനായിട്ട് ട്രെയിനിങ് ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സദ്യക്ക് അതിനു മുമ്പ് ഈ ശനിയാഴ്ച ബ്രസീൽ ഈജിപ്തുമായിട്ട് സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ അത് ഞായറാഴ്ച പുലർച്ചെയാണ്. ആ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ്ങിനുണ്ടാകും. അപ്പോഴും ബ്രസീലിൻ്റെ ആദ്യ മത്സരം, മൊറോക്കോക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഹെയ്റ്റിക്കെതിരെയുള്ള മത്സരം ജൂൺ 19 ആ കളി. അപ്പോഴേക്കും നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റാകും എന്നുമാണ് ഇപ്പോൾ UOL റിപ്പോർട്ടിന്. അതോടൊപ്പം നെയ്മർ ജൂനിയറും കാർലോ അഞ്ചലോട്ടിയും തമ്മിലുള്ള ബന്ധം വളരെ മികച്ച രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നെയ്മർക്ക് വീണ്ടും ടീമിലൊരു ലീഡർഷിപ്പ് റോള് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും ഇതാണ് നെയ്മർ ജൂനിയറുടെ ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത. അത്തരം വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പോസിറ്റീവാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.